സർ, നമ്മുടെ പ്രധാനമന്ത്രി മോദി ചരിത്രപരമായൊരു കരാറ് ബ്രിട്ടനുമായിട്ട് ഒപ്പിട്ടതിന് ശേഷം അത് ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും വലിയ നേട്ടമുണ്ടാക്കും എന്ന് സർവ്വരാലും സമ്മതിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പോകുന്നത് മാലിദ്വീപിലേക്കാണ്. മാലിദ്വീപ് കുറെ കൂടി ഇന്ത്യയുമായി അടുത്ത് കിടക്കുന്ന രാജ്യമാണ്, ദീർഘകാലമായി ഇന്ത്യയുമായി ബന്ധമുള്ള രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര നയതന്ത്ര പ്രകാരം ചൈനയുമായി കലഹിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ മാലിദ്വീപ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് മാലിയിൽ അദ്ദേഹം ഉള്ളത്. മാലദ്വീപിലെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം, സാധ്യതകൾ, അതിനെക്കുറിച്ച് ഉള്ള സാറിൻ്റെ നിരീക്ഷണം എന്താണ്? നമ്മൾ ചില കരാറുകളൊക്കെ ഒപ്പിടുന്നുണ്ട്. കാരണം നമ്മൾ അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് ചെയ്തതുപോലെ തന്നെ മാലദ്വീപുമായിട്ട്. മാലി എന്നുള്ളത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. മാലദ്വീപ്. അപ്പോൾ മാലദ്വീപ് എന്ന് തന്നെ ഇതിന് പറയണം. പിന്നെ നമ്മൾ UPI സേവനം മാലദ്വീപിൽ തുടങ്ങാൻ പോകുന്നു ഇന്ത്യ. പിന്നെ ഇങ്ങനെ ചില കരാറുകളൊക്കെ ഒപ്പിടുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഈ സ്ക്രാപ്പ് മെറ്റലുകളുടെ ഇറക്കുമതിയാണ് മാലദ്വീപിൽ നിന്ന് കൂടുതൽ. മരുന്ന്, റഡാറ്, സിമന്റ്, അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറി, പഴം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടുന്നാണ് അങ്ങോട്ട് മാലദ്വീപിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ 2020 നിന്ന് കഴിഞ്ഞ കൊല്ലമൊക്കെ ആയപ്പോൾ നമ്മളുടെ വ്യാപാരം, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇരട്ടിച്ചിട്ടുണ്ട്. ഇപ്പം 4740 കോടി രൂപയുടെ കച്ചവടമാണ് മാലദ്വീപ് ഇന്ത്യയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇരട്ടിച്ച ശേഷം. അപ്പോൾ ആ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. ഇത് മുയിസു പ്രസിഡൻ്റായ ശേഷം മോദിയുടെ 3ാമത്തെ സന്ദർശനം ആണ്. പക്ഷെ മുയിസു വന്ന ശേഷം ആദ്യത്തെ സന്ദർശനമാണ്. മുയിസു ചൈനയോട് കൂടുതൽ അടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ലക്ഷദ്വീപിനെ മോദി പ്രോത്സാഹിപ്പിക്കുകയും അവിടുത്തെ 2 മന്ത്രിമാരെ ഔട്ട് ഓഫ് മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രചാരണം നയിക്കുകയും പിന്നീട് ആ മന്ത്രിമാരെ പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു മുയിസു. അദ്ദേഹം മോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വരികയുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വലിയ മാറ്റമുണ്ട്. അപ്പോൾ ഈ കൊല്ലത്തെ ബജറ്റിൽ മാലദ്വീപിനുള്ള വിഹിതം 600 കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ 470 ആയിരുന്നു കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായിരുന്നത്. 130 കോടി രൂപ കൂടുതൽ നീക്കി വെച്ചിട്ടുണ്ട്. 2024 സെപ്റ്റംബറിലാണ് മോദിക്കെതിരെ സംസാരിച്ച 2 മന്ത്രിമാരെ പുറത്താക്കിയത്. അപ്പൊ പുറത്താക്കിയപ്പോൾ തന്നെ നയം മാറ്റം വ്യക്തമായിരുന്നു. ഇവിടെ നിന്നും വായ്പയൊക്കെ വേണമല്ലോ. അപ്പോൾ മാത്രമല്ല, മോദിക്കെതിരെ പറഞ്ഞതോടുകൂടി ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റുകൾ പോയിട്ടുള്ള വരുമാനം കൊണ്ടൊക്കെയാണ് ജീവിച്ചിരുന്നത്. സ്വന്തം കഞ്ഞിയിൽ പാറ്റിയിടുകയാണ് ചെയ്തത്. ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ്. അതെ, പോകാതായി. അപ്പോൾ 2024 ജനുവരിയിൽ മുയിസു ചൈനയിൽ പോയി. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ പദ്ധതികൾ അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ, ഒരു പഴയ യുദ്ധക്കപ്പൽ ചൈന ഓസിന് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ യുദ്ധക്കപ്പലിന്റെ കൂടെ ചൈനീസ് ഭടന്മാരും മാലദ്വീപിലേക്ക് പോകും എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ സമുദ്രത്തില് ചൈന അവരുടെ സ്വാധീനം കൂട്ടുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശ്രീലങ്കയെ കയ്യിൽ വെക്കുന്ന പോലെ മാലദ്വീപിനെയും വെക്കാനും ഒക്കെ ആ സമയത്ത് ശ്രമിച്ചത്. അപ്പോൾ ചൈനീസ് ബാങ്കുകളിൽ നിന്ന് $1.4 ബില്യൺ കൊടുത്തിട്ടുണ്ട് മാലദ്വീപിന്. അത് മാലദ്വീപിന്റെ പൊതുകടത്തിന്റെ 20% വരുന്നത് ചൈനയിൽ നിന്ന് കിട്ടിയത്. പിന്നെ $20 മില്യൺ ചെലവാക്കി ഒരു പാലം പണിതിട്ടുണ്ട് ചൈന മാലദ്വീപില്. അപ്പോൾ ഗൾഫിൽ നിന്ന് ചൈനയിലേക്കുള്ള എണ്ണ ഈ ഇന്ത്യ സമുദ്രം വഴിയാണ് വരുന്നത്. അതിലൊരു നിർണായക സ്ഥലമാണ് ഈ മാലദ്വീപ്. ഇപ്പൊ മാലദ്വീപുമായിട്ടുള്ള ബന്ധം
അതുകൊണ്ട് ചൈനയ്ക്ക് തന്ത്രപ്രധാനമൊക്കെയാണ്. ഇതില് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മാലദ്വീപ് എന്ന് പറയുന്നൊരു രാജ്യം ഈ ഭൂമുഖത്തിന് ഉണ്ടാകാൻ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ സാധ്യതയില്ല, സമുദ്രത്തിൽ മുങ്ങിപ്പോവും എന്ന പാരിസ്ഥിതികമായ റിപ്പോർട്ട് എന്നൊരു പഠനം വന്നിട്ടുണ്ട്. അത് കടൽ നിരപ്പ് ഉയരുന്നതാണ് കാരണം. 2050 മാലദ്വീപ് ജനവാസ യോഗ്യമല്ലാതെ ആകും. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടല്ലോ, താപനമൊക്കെയാണ് അതിന്റെ കാരണം. 2100 സമ്പൂർണമായിട്ടും മാലദ്വീപ് മുങ്ങിപ്പോവും. അപ്പൊ മാലദ്വീപിൽ നിന്നുള്ളവരെ മറ്റു രാജ്യക്കാരെ ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ കൂടി മുൻകൂട്ടി നാടിനെയാണ് നമ്മളും ചൈനയൊക്കെ പോറ്റുന്നത്. അങ്ങനെ അർത്ഥമുണ്ടല്ലേ. കടലിൽ നിന്ന് 1/2 മീറ്ററിന്, കടലിൽ നിന്ന് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 1/2 മീറ്റർ മാത്രം മുകളിലാണ് മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരു ശകലം പൊങ്ങിയാൽ മതി കടലിൽ മുങ്ങാൻ. അപ്പോൾ തിരമാലകൾ വളരെ അടുത്താണ് ഇപ്പൊ നിൽക്കുന്നത്. 2050 80% മുങ്ങും, മാലദ്വീപിന്റെ ജനവാസ യോഗ്യമല്ലാതാവും. വേൾഡ് ബാങ്കിന്റെ, ലോകബാങ്കിന്റെ റിപ്പോർട്ട് പറയുന്നത് 2100 കടൽ നിരപ്പ് 10 മുതൽ 100 സെന്റിമീറ്റർ വരെ കൂടാം. 1988 മാലദ്വീപ് സർക്കാർ തന്നെ പറഞ്ഞിരുന്നു 30 വർഷത്തിൻ്റെ ഉള്ളിൽ മുങ്ങാം എന്ന് പറഞ്ഞിരുന്നു. 20 മുതൽ 30 സെന്റിമീറ്റർ വരെ കടൽ നിരപ്പ് ഉയരാം 20-40 കൊല്ലം കൊണ്ട്. 2021 90% ദ്വീപും ഈ മണ്ണൊലിപ്പ് ഇല്ലേ, ഇറോഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. 97% സ്ഥലത്തും ശുദ്ധജലം ഇല്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മാലദ്വീപിൻ്റെ ബജറ്റിൽ 50% കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. 2016 അവിടെ 60%, ലോകത്തിലെ പവിഴപ്പുറ്റുകളുടെ 3% മാലദ്വീപിലാണ്. അതിൻ്റെ 60% 2016 നഷ്ടപ്പെട്ടു പോയി. അത് ഗ്ലോബൽ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രതിഭാസം വഴിയാണ് അത് പവിഴപ്പുറ്റില്ലാതായത്. ആൽഗ, പിന്നെ പ്രകാശ സംശ്ലേഷണ പിഗ്മെന്റുകൾ, ഫോട്ടോസിന്തസിന്റെ പിഗ്മെന്റുകൾ ഒക്കെ പോയിട്ടാണ് ഈ പവിഴപ്പുറ്റുകൾ വെളുത്തു പോകും. അങ്ങനെ അതിനാണ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. അത് 2016 മാലദ്വീപിൽ സംഭവിച്ചു. അത് പവിഴം പോയിട്ട് വെറും പുറ്റായി മാറുക. അതെ, മാറിപ്പോയി. അപ്പോൾ 2007 പഠനത്തിലും 2100 59 സെന്റിമീറ്റർ കടൽ നിരപ്പ് എത്താം. 200 ജനവാസ ഉള്ള ദ്വീപുകളും മുങ്ങിപ്പോകാം എന്ന് പഠനത്തിൽ വന്നിട്ടുണ്ട്. പരിസ്ഥിതി പഠനം പറയുന്നുണ്ട്. അങ്ങനെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകാവുന്ന ഒരു ദ്വീപിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് ഇരിക്കുന്നത്, അല്ലെ? ഇന്നും നാളെയും. അത് തീർച്ചയായിട്ടും സാർ, ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. ഇന്നിപ്പോൾ നമ്മൾ മാലദ്വീപ് എന്നൊരു ദ്വീപ് മൊത്തമായി മുങ്ങിപ്പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്ത സാന്ദർഭികമായി നമ്മൾ ഓർമ്മിക്കുന്നു. വലിയ ദീർഘകാലത്തെ ആയുസില്ല ആ ദ്വീപിന് എന്ന വാർത്തയാണത്. അതേസമയത്ത് അതിന് കാരണമായി തീർന്ന പാരിസ്ഥിതിക പ്രതിഭാസങ്ങൾ അവർക്ക് മാത്രം ബാധകമായതല്ല, ലോകത്തിനാകെ ബാധകമാണ്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ബജറ്റ് വിഹിതം കൂട്ടിയിരിക്കുന്നു. ലോകത്ത് 2 പ്രതിഭാസങ്ങൾ അത്ഭുതകരമായി നടക്കുന്നു. ഒന്ന്, കരയിലെ ജലനിരപ്പ് താണു പോവുകയും കടലിലെ ജലനിരപ്പ് തിളച്ചു മറിഞ്ഞു പൊങ്ങുകയും ചെയ്യുകയാണ്. ഇതിനോട് ചേർന്നൊരു പഠനം വന്നിരുന്നു, സാർ ശ്രദ്ധിച്ചിരുന്നു എന്നറിയാം. അമേരിക്കയിൽ ടെക്സാസിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം വന്നൊരു പഠനം അനുസരിച്ച് കേരളത്തിൻ്റെ തീരദേശത്തെ 4 ജില്ലകൾ ഏതാണ്ട് ഈ കാലത്ത് 2030 കാലമാകുമ്പോൾ കേരളത്തിൻ്റെ 4 ജില്ലകൾ നഷ്ടപ്പെടും. വളരെ കാവ്യാത്മകമായി ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമുണ്ട് അത്രേ. നിങ്ങളുടെ കേരളം സമുദ്രത്തിൻ്റെ സന്തതിയാണെന്നാണല്ലോ വിശ്വാസം, പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയെടുത്താണെന്നുള്ള വിശ്വാസം. നിങ്ങളെ സമ്പൂർണ്ണമായി കടലമ്മ തിരിച്ചെടുക്കും എന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. 4 ജില്ല ഏതാ? ഒന്ന് ആലപ്പുഴയാണ്, ഒന്ന് തൃശ്ശൂരാണ്, മറ്റ് 2 ജില്ലകൾ എനിക്കത്ര ഉറപ്പില്ല. എന്തായാലും 4 സംശയം എറണാകുളം ആയിരിക്കണം അല്ലേ? കാരണം എന്താന്ന് വെച്ചാൽ കൊച്ചിയെ പറ്റി ഞാൻ കുറെ വർഷം മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ നടത്തിയ പഠനം വായിച്ചു, നേരത്തെ വന്നിട്ടുണ്ടല്ലേ? എറണാകുളം നഗരമൊക്കെ എറണാകുളം ഉണ്ട്. അപ്പൊ ഈ 4 ജില്ലകൾ പോവും.
കടൽ ഏറ്റെടുത്ത് പോകുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി വലിയൊരു സന്തോഷം. ഇന്ത്യയുടെ ഒരു വലിയ മനസ്സ് മാലദ്വീപിന് കൊടുക്കുന്ന സഹായത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സഹോദര രാജ്യം മുങ്ങിപ്പോകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക, ആ ആശങ്ക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കൂടി നെഞ്ചേറ്റി വാങ്ങേണ്ടതാണ്. ഭൂമിയിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യനോട്, മനുഷ്യൻ കാണിച്ച അവൻ്റെ തന്നെ കയ്യിരിപ്പ് കൊണ്ടും ക്രൂരകൃത്യങ്ങൾ കൊണ്ടും ആയിരിക്കാം പരിസ്ഥിതി വലിയ തോതിൽ നമ്മെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാലദ്വീപ് കാണണം എന്നുള്ളവർ അതിവേഗം പോകണം, എത്രയും വേഗം പോയിട്ട് കണ്ടു പോന്നോളണം. തീർച്ചയായിട്ടും അത് ഒരു വലിയ ബോധവൽക്കരണം കൂടിയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, വളരെ ഗുരുതരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നം കൂടി ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ വാർത്ത കാരണമാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.